Okay, once more, good morning to you all. Let's start our class. Okay, I think you have your textbook. Take the textbook and page number 7. Page number 7. Take page number 7. Page number 7, grammar section. Grammar section. Last class in 4th standard, you have studied about nouns. There are 4 types of noun: proper noun, collective noun, abstract noun, and common noun. Yeah, I think you all are familiar with nouns. Okay, and here this is all types of nouns are come under this chapter. ഈ ചാപ്റ്ററിൽ എന്താണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച എല്ലാ നൗണുകളും കയറി വരികയാണ്. എല്ലാ നൗൺസും ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്രാമർ സെക്ഷനിലെ പേജ് നമ്പർ 7 എടുക്കുക. ഗ്രാമർ സെക്ഷൻ എ, ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ആസ് കോമൺ, പ്രോപ്പർ, കളക്റ്റീവ് ഓർ അബ്സ്ട്രാക്ട് നൗൺ. നിങ്ങൾക്കറിയാം, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ആയിരിക്കും. പ്രോപ്പർ നൗൺ ഓൾവേസ് നെയിം, അല്ലേ? പ്രോപ്പർ നൗൺ എപ്പോഴും എന്താണ്, ഒരു പേരായിരിക്കാം. പിന്നെന്താ കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എവറി ടൈം അബ്സ്ട്രാക്ട് നൗൺ ഈസ് എ നെയിം ഓഫ് എ ക്വാളിറ്റി, ഐഡിയ ഓർ കണ്ടീഷൻ, ഫീലിങ്സ്. ഇതൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫസ്റ്റ് വൺ നോക്കാം. ദ ലിറ്റിൽ മങ്കീസ് ഐസ് സ്പാർക്കിൾഡ് വിത്ത് മിസ്റ്റീഫ്. സ്പാർക്കിൾഡ് വിത്ത് മിസ്റ്റീഫ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? ഐഡന്റിഫൈ ദ അണ്ടർലൈൻ വേർഡ്സ് ആസ് എ കോമൺ, പ്രോപ്പർ, കളക്റ്റീവ് ഓർ അബ്സ്ട്രാക്ട് നോൺ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ വികൃതി എന്നാണ് അർത്ഥം. മിസ്റ്റീഫ്, വികൃതി, അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും അത് എന്ത് നൗൺ ആയിരിക്കും? ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് അബ്സ്ട്രാക്ട് നൗൺ ആണ്, അല്ലെ? അതൊരു ഐഡിയ ആണ്, ഫീലിംഗ് ആണ്, ഇതിനൊരു കണ്ടീഷനാണ് വികൃതി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം. ഇനി സെക്കൻഡ് വൺ നോക്കുക. ഐ സോ എ ഫ്ലോക്ക്. ഐ സോ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഓൺ മൈ വേ ടു ദ വില്ലേജ്. ഐ സോ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഏത് നൗണാണ്? ഇറ്റ്സ് എ കളക്റ്റീവ് നൗൺ. ഇറ്റ് ഇസ് എ കളക്റ്റീവ് നൗൺ. ഓക്കെ. And third one, she loves with daisies, so she married her daughter Daisy. She loves white daisies. Daisy is a name of a flower, right? She loves white daisies. Name ആണ്. അപ്പൊ അതെന്തായിരിക്കും? ഏതാണത്? വൈറ്റ് ഡൈസീസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയാം. വൈറ്റ് ഡൈസീസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറയും. ഇപ്പൊ തേർഡ് വണ്ണാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഡൈസീസ്. വൈറ്റ് ഡൈസീസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് ഫ്ലവർ ആണ്. അപ്പം ഇറ്റ്സ് എ കോമൺ നൗൺ. വൈറ്റ് ഡൈസീസ് എന്ന കോമൺ നൗൺ ആണ്. അണ്ടർലൈൻ ടിക്ക് ചെയ്യാത്തവർക്ക് ടിക്ക് ചെയ്യുക. വൈറ്റ് ഡൈസീസ് എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ ആണ്. ആൻഡ് സോ ഷീ നെയ്മഡ് ഹെർ ഡോക്ടർ ഡൈസി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൾ അവളുടെ കുട്ടിക്ക് പേരിട്ടു. എന്ത്? ഡൈസി എന്ന് പറയുന്ന പേരിട്ടു. അപ്പൊ ആ ഡൈസി എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഇനി ഫോർത്ത് വൺ, റിംജിം. നെയിം ഓഫ് എ പേഴ്സൺ. റിംജിം ഹാഡ് എ ലവ്ലി സർപ്രൈസ്. സർപ്രൈസ് ഏത് നൗൺ ആണ്? അറിയാലോ അല്ലെ? സർപ്രൈസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ. ആൻഡ് ഫിഫ്ത്ത് വൺ, Sudha sent her a beautiful bunch of flowers. രണ്ട് അണ്ടർലൈൻ വേർഡ്സ് ആണുള്ളത്. ഒന്ന് ബഞ്ചാണ്, ഒന്ന് ബഞ്ച്. ബഞ്ച് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. സോ ബഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കുല എന്നാണ് അർത്ഥം. മുന്തിരിയുടെ കുല അല്ലെങ്കിൽ ബനാന കുല, ഗ്രൂപ്പ് ഓഫ് ഗ്രേപ്സ് ആണ് ബഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ബഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കളക്റ്റീവ് നൗണും ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കോമൺ നൗണുമാണ്. ഇനി സിക്സ്ത് വൺ, ദിസ് പിക്ചർ ഷോസ് എ പ്രൈഡ് ഓഫ് ലയൺസ്.
pride of lions. Pride of lions എന്ന് പറയുമ്പോൾ സിംഹങ്ങളുടെ കൂട്ടം. സോ അത് കളക്റ്റീവ് നൗൺ ആണ്. അത് കളക്റ്റീവ് നൗൺ ആണ്. Pride of lions. And 7th one, my heart filled with pride. അവിടെ ഒരു pride ആണ്. My heart filled with pride when my mother won the competition. എൻ്റെ അമ്മ കോമ്പറ്റീഷനിൽ വൺ ജയിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? പ്രൈഡ്, അഭിമാനം തോന്നി. ആ പ്രൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ആ പ്രൈഡ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. പ്രൈഡ് ഓഫ് ലയൻസ് എന്ന് പറഞ്ഞാൽ അത് കളക്റ്റീവ് നൗണും, വിത്ത് പ്രൈഡ് എന്ന് പറഞ്ഞാൽ അത് അബ്സ്ട്രാക്ട് നൗണുമാണ്. പ്രൈഡ്, അഭിമാനം തോന്നുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് നൗൺ. കളക്റ്റീവ് നൗൺസും കോമൺ നൗൺസും അബ്സ്ട്രാക്ട് നൗൺസും അതേപോലെ പ്രോപ്പർ നൗണും. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 8. പേജ് നമ്പർ 8ലേക്ക് വരികയല്ലേ. Turn out to page number 8. At the B, first section B, countable noun and uncountable noun. Countable nouns and uncountable nouns. Okay, we also know that countable noun is a name of something we can count. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയുണ്ടോ അതിനെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ നൗൺ ഈസ് എ നെയിം ഓഫ് സംതിങ് വി കാൺ കൗണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ എക്സസൈസിലേക്ക് വരാം. ബി നോക്കുക, പേജ് നമ്പർ 8 ബി. ലിസൺ ഹിയർ. മാർക്ക് ദ ഹൈലൈറ്റഡ് ആസ് കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ. കൗണ്ടബിളും അൺകൗണ്ടബിൾ ആയിട്ട് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സുധീർ നീഡ്സ് ടു ബൈ സം ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കൗണ്ടബിളും അൺകൗണ്ടബിളും ആക്കി മാറ്റേണ്ടത്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഫർണിച്ചർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഞ്ച്, ഡെസ്ക്, ടേബിള്, ഡൈനിങ് ടേബിള് എല്ലാം എന്താണ്? ഫർണിച്ചറിൽ പെടുന്നതാണ്. മരങ്ങളൊക്കെ ഫർണിച്ചറിൽ പെടുന്നതാണ്. സോ വി കാൻ കൗണ്ട് ഫർണിച്ചർ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര ബെഞ്ച് ഉണ്ട്, എത്ര ഡെസ്ക് ഉണ്ട്? നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര ബെഞ്ച് ഉണ്ടായിരുന്നു? നിങ്ങൾക്കറിയാം, കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? 8 ഉണ്ടായിരുന്നു. എത്ര ടേബിൾ ഉണ്ട്? 1 ടേബിൾ ഉണ്ടായിരുന്നു. എത്ര ഡെസ്ക് ഉണ്ട്? 8 ഡെസ്ക് ഉണ്ടായിരുന്നു. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഫർണിച്ചർ നമുക്ക് വി കാൺ കൗണ്ട് ഫർണിച്ചർ. സോ ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ നൗൺ അല്ല, അൺകൗണ്ടബിൾ നൗൺ ആണ്. സെക്കൻഡ് വൺ, നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിളിലേക്ക് വന്നു. ഹി റിയലി വാണ്ട്സ് എ ലാർജ് റൈറ്റിംഗ് ഡെസ്ക്. ഡെസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഹി റിയലി വാണ്ട് എ ലാർജ് റൈറ്റിംഗ് ഡെസ്ക്. വലിയൊരു ഡെസ്ക് എനിക്ക് വേണം. നമുക്ക് കൗണ്ട് ചെയ്തു, ഒരു ഡെസ്ക്. സോ അതെന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ അറിയാം. ഇപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് പോവാ അസ്ലം. തേർഡ് വൺ, we can't carry so many books in one bag. We can't carry so many books in one bag. ഒരു ബാഗിൽ അപ്പൊ തന്നെ വന്നു കൗണ്ട് ചെയ്യാൻ പറ്റും. വൺ ബാഗ് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എൻ കൗണ്ടബിൾ നൗൺ. ഇറ്റ് ഈസ് ഓൾസോ എ കൗണ്ടബിൾ നൗൺ. ഓക്കെ, ഇനി ഫോർത്ത് വൺ, ഹൗ മച്ച് ലഗേജ് വിൽ യു ക്യാരി ഫോർ ദ ട്രിപ്പ്. ഹൗ മച്ച്. മച്ച് വന്നിട്ടുണ്ടോ? മച്ച് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. മച്ച് വന്നിട്ടുണ്ടോ? ഒരു വേർഡിന് മുന്നിൽ മച്ച് വന്നാൽ കൗണ്ട് ചെയ്യാനേ പറ്റില്ല. ഹൗ മച്ച് വാട്ടർ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഹൗ മച്ച് മണി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഹൗ മച്ച് എയർ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. മച്ച് വന്നാൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഡൗട്ട് വേണ്ട. അപ്പം ഹൗ മച്ച് ലഗേജ് എന്ന് പറഞ്ഞാൽ അത് അൺകൗണ്ടബിൾ ആണ്, നോ ഡൗട്ട്. അപ്പം ഹൗ മച്ച് ലഗേജ് വിൽ ക്യാരി ഫോർ ദ ട്രിപ്പ്, ഇറ്റ് ഈസ് ആൻ uncountable noun. It is an uncountable noun. Okay, next one, fifth one, do you still have a lot of work to do? A lot of it is a lot of പറഞ്ഞാൽ എന്തായിരിക്കും അത്? കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്? lot of. ഫിഫ്ത് വൺ, അൺകൗണ്ടബിൾ noun. കൗണ്ട് ചെയ്യാൻ പറ്റില്ല. വർക്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ?
വി കാൺ കൗണ്ട് വർക്ക്. ഞാൻ ഇത്ര ജോലി ചെയ്തു. എത്ര ജോലി ചെയ്തു? 10 ജോലി ചെയ്തു, 11 ജോലി ചെയ്തു, ഇല്ലെങ്കിൽ ഐ ഡിഡ് 12 ജോബ്, 12 വർക്ക്. നമ്മൾ ഒരിക്കലും പറയില്ല, ഇല്ലേ? അൺകൗണ്ടബിൾ ആണ് വർക്ക് എന്ന് പറയുന്നത്, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഇനി 6th one. Let us finish the letter tomorrow. Let us finish the letter tomorrow. Let us finish the letter tomorrow. നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ കൗണ്ടബിൾ നൗൺ. കൗണ്ട് ചെയ്യാൻ പറ്റും, ഇല്ല? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ലെറ്റർ, അത് ലീവ് ലെറ്റർ ആകാം, ആപ്ലിക്കേഷൻ ലെറ്റർ ആവാം, ഇനി എന്ത് ലെറ്റർ ആയിക്കോട്ടെ, അത് നാളെ ഞാൻ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ സോ ലെറ്റ് us finish the letter tomorrow. നമുക്ക് നാളെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് സി. പേജ് നമ്പർ 8 സെക്ഷൻ സി. അണ്ടർലൈൻ ദ സബ്ജക്ട് ആൻഡ് സർക്കിൾ ദ ഒബ്ജക്ട് ഇൻ ദി സെന്റൻസ്. ഒരുപാട് പഠിച്ചതാണ് നമ്മൾ. ലാസ്റ്റ് ഇയറിൽ ഫുൾ പഠിച്ചത് സബ്ജക്ട് ഒബ്ജക്ട്, സബ്ജക്ട് ഒബ്ജക്ട്, സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. പഠിപ്പിച്ച് ഞാനും മടുത്തു, പഠിച്ച് നിങ്ങളും മടുത്താണ്, അല്ലെ? സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്, അല്ലെ? അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അതാണ് വെർബ്. അത് വന്ന് പതിക്കുന്നത് ആളുടെ മേലാണോ അതാണ് ഒബ്ജക്റ്റ്. നമ്മൾ പഠിച്ചിരുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഹാസ് ഫൗണ്ട് ദ ഏണിംഗ്. ഇവിടെ ഷീ ഹാസ് ഫൗണ്ട് ദ ഏണിംഗ്. ഏണിംഗ് അല്ലെ? സോറി, ഇയറിംഗ് എന്നാണല്ലേ. സോറി, ഷീ ഹാസ് ഫൗണ്ട് ദ ഇയറിംഗ്. ചെവിയിലുള്ള കമ്മല് അവൾ കണ്ടെത്തി. ഇയറിംഗ് അതാണ് ഒബ്ജക്റ്റ്, വസ്തുവാണ്. പക്ഷെ ആരെ കണ്ടെത്തിയത്? ഷീ. ആ ഷീ എന്ന് പറയുന്നത് അവിടെ. പിന്നെ ഒരു കാര്യം, സബ്ജക്റ്റ് ഫസ്റ്റ്, ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആയിരിക്കും സബ്ജക്റ്റ് വരിക, ലാസ്റ്റ് ആയിരിക്കും എന്ത് വരിക? ഒബ്ജക്റ്റ് വരിക എന്നുള്ള ചെറിയൊരു ഓർത്ത് വെക്കുക. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നും ഇല്ല. ഓക്കെ, ഇവിടെ ഷീ ഹാസ് ഫൗണ്ട് ദ ഇയറിംഗ്. അപ്പൊ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റും ഇയറിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമാണ്. ഇനി സെക്കൻഡ് വൺ, മിത ഈസ് കുക്കിംഗ് ഡിന്നർ. മിത ഈസ് കുക്കിംഗ് ഡിന്നർ. മിത എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ്. ഡിന്നർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒരിക്കലും കുക്കിംഗ് ചെയ്ത്, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്, അത് വെർബാണ്. കുക്കിംഗ് എന്ന് പറയുന്നത് മിത ചെയ്യുന്നത് എന്താണ്? കുക്കിംഗ് ആണ്, അത് വെർബാണ്. ഒരിക്കലും അത് ഒബ്ജക്റ്റ് അല്ല. ഡിന്നർ ആണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, ഐ ആം ഗോയിങ് ഫോർ എ സ്വിം. ഐ ആം ഗോയിങ് ഫോർ എ സ്വിം. ഐ എന്ന് പറയുന്നത് ഒബ്ജക്റ്റും, സോറി, ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റും, സ്വിം എന്ന് പറയുന്നത് നീന്താൻ. നീന്തുക എന്നല്ല, നീന്താൻ. ഇവിടെ വെർബ് ഏതാ? ഗോയിങ് ആണ്. ഗോയിങ് എങ്ങോട്ടാണ്? ടു സ്വിം. അപ്പൊ നമ്മൾ സ്വിം എന്ന് എഴുതിയ പോലെ എ സ്വിം, നീന്താൻ. അപ്പം സബ്ജക്റ്റ് ഇവിടെ ഐയും ഒബ്ജക്റ്റ് എ സ്വിമ്മുമാണ്, നീന്താൻ. ഓക്കെ, ഇനി ഫോർത്ത് വൺ, വിജയ് ലവ്സ് മോട്ടോർ ബൈക്സ്. വിജയ് എന്ന് പറയുന്നത് സബ്ജക്റ്റും മോട്ടോർ ബൈക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമാണ്, ഇല്ലേ? ഒരു വസ്തു എന്ന് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ഇല്ലേ? അത് മോട്ടോർ ബൈക്ക് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റിയ, അല്ലെങ്കിൽ മാർക്ക് നേടാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് കേട്ടോ, വെറുതെ കളയരുത്. ഇനി അടുത്ത വൺ, ഫിഫ്ത്ത് വൺ, ദ കിറ്റൻ ഫോളോഡ് അലീഷ. ദ കിറ്റൻ ഫോളോഡ് അലീഷ. പൂച്ചക്കുട്ടികൾ എന്ത് ചെയ്യാണ്? അലീഷനെ പിന്തുടർന്നു. അലീഷ എന്ന് പറയുന്ന ഇവിടെ സബ്ജക്റ്റ് ആരാണ്? സബ്ജക്റ്റ് ദ കിറ്റനും അലീഷയാണ് എന്ത്? ഒബ്ജക്റ്റും. ആര് പിന്തുടർന്നു? പിന്തുടർന്നത് ആരാണ്? കിറ്റനാണ്. കിറ്റനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, അല്ലെ? കിറ്റനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കിറ്റൻ എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റും. ആരെയാണ് പിന്തുടരുന്നത്? അലീഷയെ. അപ്പൊ അലീഷയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒബ്ജക്റ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഫസ്റ്റ് എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും, ലാസ്റ്റിലേക്കാവും ഒബ്ജക്റ്റ് കയറി വരിക. ഇനി നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, യു വിൽ സീ ദ റിസൾട്ട്. യു വിൽ, നീ ഫലം കാണും. നീ ചെയ്തതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും എന്ന് പറയാണ്. യു വിൽ സീ ദ, നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് പറഞ്ഞത്, യു വിൽ സീ ദ റിസൾട്ട്. നിങ്ങൾ റിസൾട്ട് കാണും. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്നത് സബ്ജക്റ്റും റിസൾട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമാണ്.
ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ നിങ്ങളുടെ ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പതുക്കെ പേജ് നമ്പർ മറിക്കുക. പേജ് നമ്പർ 17 വരിക. പേജ് നമ്പർ 17. Page number 17, first grammar section. A. Complete the passage with correct words from the bracket. ബ്രാക്കറ്റിൽ നിന്നും കറക്റ്റായ വേർഡ് എടുത്ത് എഴുതുക. നമ്മൾ ഇതും പഠിച്ചാണ്. ദിസും ദീസും ദോസും ദീസൊക്കെ ഒരുപാട് പഠിച്ചാണ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, നമ്മൾ അടുത്ത് നിൽക്കുന്ന സിംഗുലർ ആയ ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദീസ് ആണെങ്കിലോ അടുത്തിരിക്കുന്ന പ്ലൂറൽ ആയ ഒരു കാര്യത്തെ കാണിക്കാൻ. എൻ്റെ ഒരു പെണ്ണുണ്ട്, ഒരു പെണ്ണുണ്ടെങ്കിൽ നമ്മൾ ദിസ് ഈസ് എ പെൻ എന്ന് പറയും. നമ്മൾ 2 പെണ്ണുണ്ടെങ്കിലോ ദീസ് ആർ പെൻസ് എന്ന് പറയും, ഇല്ല, ദീസ് ആർ പെൻസ്. അതേപോലെ ദാറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുന്ന ഒരു സാധനത്തിനെ കാണിക്കാണ് ദാറ്റ് എന്ന് പറയുന്നത്, സിംഗുലർ ആയിരിക്കും. ദാറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുന്ന, നമ്മുടെ ഫാർ അവേ നിൽക്കുന്ന ഒരു സാധനത്തെ കാണിക്കാനാണ് ദാറ്റ്, അത് സിംഗുലർ ആണെങ്കിൽ. ഇനി പ്ലൂറൽ ആണെങ്കിലോ ദോസ് എന്ന് പറയും, ദോസ്, THOSE. അപ്പൊ ഇനി നിങ്ങൾ ബുക്കിലേക്ക് നോക്കുക. കംപ്ലീറ്റ് ദ പാസേജ് വിത്ത് കറക്റ്റ് ഫോംസ് ഫ്രം ദ ബ്രാക്കറ്റ്. ഫസ്റ്റ് വൺ ദിസ്. അതേപോലെ വേറെ കാര്യങ്ങളൊക്കെയോ ഇവിടെ വേറെ നമ്മൾ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ആണ്, അത് നമ്മൾ പഠിച്ചാണ്. എ ആൻഡ് ദ. എ എന്ന് പറഞ്ഞാൽ കോൺസണന്റിന് മുമ്പ് വരുന്ന എ പെൻ, അല്ലെ? എ മൊബൈൽ, എ ടെലിഫോൺ, എ ഫാൻ. ആൻ എന്ന് പറഞ്ഞാലോ വവൽസിന് മുന്നിൽ വരുന്നതാണ് ആൻ എയർപ്ലെയിൻ, ആൻ അംബ്രല്ല. ഓക്കെ, അങ്ങനത്തെ. പിന്നെ ആൻ അവർ, ആൻ അവർ, ഇതിനൊക്കെയാണ് ആൻ യൂസ് ചെയ്യുന്നത്. ദ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ പറഞ്ഞു, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ഐ ലൈക്ക് ബിരിയാണി. ആ ബിരിയാണിനെ വീണ്ടും നമ്മൾ ശക്തിയോട്ട് പറയണം. ദ ബിരിയാണി ഐ ഏറ്റ് യെസ്റ്റർഡേ വാസ് വെരി ഡെലീഷ്യസ്. ഞാൻ ഇന്നലെ കഴിച്ച ആ ബിരിയാണി എന്ന് പറയാൻ ഉപയോഗിച്ചത് ഏതാണ്? ദ ബിരിയാണി എന്നാണ്. ക്ലിയർ? അപ്പൊ ദ എന്ന് ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് വരിക, ടെക്സ്റ്റിലേക്ക് വരിക. പേജ് നമ്പർ 17 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ദ പാസേജ് വിത്ത് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്നും കറക്റ്റ് ആയ വേർഡ് തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റ് വൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ്, ഇത് ആണ്. എന്ത്? ദ ഉണ്ട്, ദിസ് ഉണ്ട്. റൂം വേർ ക്ലാസ് 5 സ്റ്റുഡൻസ് ഹാവ് കെപ്റ്റ് ദെയർ ചാർട്ട് ആൻഡ് മോഡൽസ്. ദിസ് ഈസ് ദ റൂം. നമുക്കറിയാം ഒരു റൂം ഏതോ ഒരു റൂമിലാണ് വെച്ചിരിക്കുന്നത്, ഏതോ ഒരു റൂമിലല്ല, ഈ റൂമിലാണ്. ദിസ് ഈസ് ദ റൂം, ദിസ് ഈസ് ദ റൂം, ദിസ് റൂം എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ദിസ് റൂം എന്ന് പറയുമോ? നമുക്കൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ദിസ് ഈസ് ദ റൂം വേർ ക്ലാസ് 5 സ്റ്റുഡൻസ് ഹാവ് കെപ്റ്റ് ദെയർ ചാർട്ട്സ് ആൻഡ് മോഡൽസ്. ഇനി സെക്കൻഡ് വൺ, മിന ഹാസ് മെയ്ഡ്. അടുത്ത് നോക്കുക, അടുത്ത ചാർട്ട് എന്നുള്ള വാക്കാണ്. ചാർട്ട് നോക്കുക, സിംഗുലർ ആണോ അതോ പ്ലൂറൽ ആണോ നോക്കാം. ചാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ എന്ത് വരും? മീന ഹാസ് മേഡ് ദിസ് ചാർട്ട്. ദീസ് അല്ല, ദിസ്. മീന ഹാസ് മേഡ് ദിസ് ചാർട്ട് ഓൺ ഇഗ്വാനൗഡൻസ്. Next one, she has even drawn. ഇഗ്വാനൗഡൻ എന്നാണ്, അല്ലെ? ഇഗ്വാനൗഡൻ. അപ്പൊ ഐ ആണ് വന്നിരിക്കുന്നത്. ഐ വന്നാൽ എന്ത് വരും? ദാന്ന് വരിക, ആന്ന് വരിക. She has even drawn an iguanodon. ഐ ആണ്, ഇ എന്ന് പറയുന്ന ഉച്ചാരണം വന്നു. അപ്പം she has even drawn an iguanodon eating leaves. പിന്നെ can you see, ഫിഫ്ത് വൺ ആണ് കേട്ടോ. can you see little clay dinosaurs on dash table. can you see, ഇവിടെ ലിറ്റിൽ ക്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലിറ്റിൽ ക്ലേ. അപ്പൊ ഏത് വരും? ഫിഫ്ത് വൺ ആണ്. can you see, നിങ്ങൾക്ക് കാണാനുണ്ടോ? can you see that എന്നാണ് ദോസ് എന്ന് വരിക. can you see those little dinosaurs. ഒരു ഡൈനോസർ അല്ല, ഡൈനോസേഴ്സ് എന്നാണ്. രണ്ടിൽ കൂടുതൽ ഡൈനോസേഴ്സ് ഉണ്ട്. സോ can you see that
സോറി, ക്യാൻ യു സീ ദോസ് ലിറ്റിൽ ക്ലേ ഡൈനോസേഴ്സ്. അപ്പം അവിടെ പ്ലൂറൽ ആണ്, ഡൈനോസേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ദോസ് വന്നു. ക്യാൻ യു സീ ദോസ് ലിറ്റിൽ ക്ലേ ഡൈനോസേഴ്സ് ഓൺ ദാറ്റ് ടേബിൾ. ദാറ്റ് ടേബിൾ, ടേബിൾ ഒന്നേ ഉള്ളൂ. സോ ദാറ്റ് ടേബിൾ. റയാൻ ഇവിടെ ശ്രദ്ധിക്കുക, ലിറ്റിൽ ക്ലേ ഡൈനോസേഴ്സ് ഓൺ ദാറ്റ് ടേബിൾ. ഇനി അടുത്ത നെക്സ്റ്റ് വൺ, we will see them after we look at. സെവൻത് വൺ ആണ്. we will see them after we look at cardboard dinosaurs. cardboard dinosaurs അപ്പൊ ഏത് വരും, cardboard dinosaurs വരുമ്പോൾ we will see them after we look at these cardboard dinosaurs. these cardboard dinosaurs hanging on this wall. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസും ദാറ്റും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. തൊട്ട് ശേഷം വരുന്ന വാക്ക്, ദിസിന് ശേഷം വരുന്ന വാക്ക് അത് പ്ലൂറൽ ആണോ, അല്ലെങ്കിൽ ആ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ ദീസോ അല്ലെങ്കിൽ ദോസോ യൂസ് ചെയ്യാം. ഈ സിംഗുലർ ആണെങ്കിൽ ദീസ് യൂസ് ചെയ്യുക, പ്ലൂറൽ ആണെങ്കിൽ ദോസ്. നിങ്ങൾക്കത് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തതാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, പേജ് നമ്പർ മറിക്കുക. ഓക്കെ, choose the correct adverbs of degree from the box to complete this sentence. degree, adverb of degree ആണ്. adverb of degree സുഖമാണ്. adverb of degree എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇപ്പൊ നമ്മളൊരു സ്ട്രോങ്ങും വീക്കുമായ ഒരു കാര്യത്തെ പറയാനാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, adverb of degree യൂസ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഏതാണ്ട് എന്നാണ് അർത്ഥം അല്ലെ. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട്. ദ ഡ്രസ് ഈസ് ജസ്റ്റ് ദ റൈറ്റ് സൈസ്. ഏതാണ്ട് എനിക്ക് പാകമാണ്. ഇപ്പോഴത്തെ കോലം കെട്ടി നടക്കുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലേ. പറയാം ഏതാണ്ട് ഡ്രസ്സൊക്കെ സ്യൂട്ട് ആവുന്നുണ്ട് എന്ന് നമ്മൾ പറയും. ആൺകുട്ടികളാണെങ്കിൽ കുറെ കീറിയ ജീൻസ് ഒക്കെ ഇട്ട് അല്ലെ, അവിടെയും പൊളിച്ച് ഇവിടെയും പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ടെൻഡൻസി. അപ്പൊ ഏതാണ്ട് പാകമാണ്. നാം മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ? കവർ ചെയ്തിട്ടില്ല. അതാണ് ദ ഡ്രസ് ഈസ് ജസ്റ്റ് ദ റൈറ്റ് സൈസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, സ്ലൈറ്റ്ലി അല്ല ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? ഓൾമോസ്റ്റ് പൂർണ്ണമാകുന്നു എന്നർത്ഥം. ഓൾമോസ്റ്റ് ആണ് ഏതാണ്ട്. ഓൾമോസ്റ്റ് അതായത് പൂർത്തിയായിട്ടില്ല പക്ഷെ പൂർത്തിയാവാറായി. അങ്ങനത്തെ അർത്ഥമാണ് നമ്മൾ ഓൾമോസ്റ്റ് എന്ന് പറയുന്നത്. ഐ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് പൂർത്തിയായി. ഒരു ജസ്റ്റ് കംപ്ലീറ്റും കൂടെ ആയാൽ എന്റെ ഏതാണ്ട് പൂർത്തിയാവും. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്, ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൂർത്തിയാവാറായി എന്നർത്ഥം. സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞാലോ ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞാലും ഈ പറയുന്ന അർത്ഥം തന്നെയാണ് ഏതാണ്ട്, കുറച്ച് കേട്ടോ. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഒട്ടുമില്ല. ഇനഫ് എന്ന് പറഞ്ഞാൽ ധാരാളം. കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂർണ്ണമായി. ഇനഫ് എന്ന് പറഞ്ഞാൽ ധാരാളം, കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി. നമ്മൾ എക്സസൈസിലേക്ക് പോവാം. സെക്കൻഡ് വൺ, പേജ് നമ്പർ 18 ആണ്. സെക്കൻഡ് വൺ, the two brothers are around the same height. The two brothers are around the same height. Ron is dash taller. അതെവിടെ പറയുന്നത്? ഈ രണ്ട് ബ്രദേഴ്സും എന്താണ്? The two brothers are around the same, ഏതാണ്ട് സെയിം ഹൈറ്റ് ആണ്. ഏതാണ്ട് സെയിം ഹൈറ്റ് ആണ്. പക്ഷെ റോൺ ഈസ് കുറച്ച് ടോളർ ആണ്. അപ്പൊ ഏത് വരും? റോൺ ഈസ് റോൺ ഈസ് സ്ലൈറ്റ്ലി ടോളർ. ഏതാണ്ട് ഉള്ളയിൽ വെച്ച് കുറച്ച് മെച്ചാരാണ്? റോൺ ആണ്. റോൺ ഈസ് സ്ലൈറ്റ്ലി ടോളർ. ഹൈറ്റിന്റെ കാര്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ സ്ലൈറ്റ്ലി യൂസ് ചെയ്യുക കേട്ടോ, മെയിൻ ആയിട്ട്. ഇനി തേർഡ് വൺ, all the old members have left. So it is നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന പഴയ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? അവരായിട്ട് ലെഫ്റ്റ് ആയി, പുറത്തേക്ക് പോയി. പുതിയ ഗ്രൂപ്പ് തുടങ്ങാണ്. ഏത്? വാട്സാപ്പിൽ പുതിയ ഗ്രൂപ്പ് തുടങ്ങാണ്. all the old members have left. ഉണ്ടായിരുന്ന ഓൾഡ് മെമ്പേഴ്സ് ഒക്കെ ലെഫ്റ്റ് ആയി. സോ ഇറ്റ് ഈസ് എ ഡാഷ് ന്യൂ ടീം. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടീം എന്ന് പറയോ? ഓൾമോസ്റ്റ് ന്യൂ ടീം എന്ന് പറയോ? സ്ലൈറ്റ്ലി ഓൾറെഡി വന്നു, സ്ലൈറ്റ്ലി ന്യൂ ടീം എന്ന് പറയില്ല.
ക്വൈറ്റ് എ ന്യൂ ടീം എന്ന് പറയില്ല. ഇനഫ് ന്യൂ ടീം എന്ന് പറയോ? ഇതിപ്പോ ഒരുപാട് ആൾക്കാർ വന്നെങ്കിൽ ഇനഫ് എന്ന് പറയുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ന്യൂ ടീം. പൂർണ്ണമായും അതൊരു പുതിയ ടീമാണ്. കംപ്ലീറ്റ്ലി എ ന്യൂ ടീം. ഓൾ ദ ഓൾഡ് മെമ്പേഴ്സ് ഹാവ് ലെഫ്റ്റ്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാ പഴയ ആൾക്കാരും പോയി. സോ പുതിയ ആൾക്കാരൊക്കെ ചേർന്നു. സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ന്യൂ ടീം. ഇനി ഫോർത്ത് വൺ, I have dash finished writing the essay. I have finished writing the essay. I have almost finished writing the essay. ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്, പക്ഷെ പൂർത്തിയായിട്ടില്ല. പക്ഷെ പൂർണ്ണമാവാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. I have almost finished writing essay. Next one, fifth one. Is this seat big for three people? Is this seat big enough for the enough for three people? മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഇനഫ് ആണോ എന്ന് ചോദിക്കാണ്. Is this seat big enough for three people? മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് ആണോ ഇത്? Is this seat big enough for three people? And sixth one, dash a lot of people prefer coffee to tea. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ടീനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? കോഫിയാണ്. ക്വൈറ്റ്, പിന്നെ ക്വൈറ്റും കൂടെ ഉള്ളൂ. ക്വൈറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ പ്രിഫർ കോഫി ടു ടീ. നിങ്ങൾ ഇനി എന്ത് ചെയ്യാം? സിയിലേക്ക് വരിക. ടിക്ക് ദ adverb of degrees, adverb of frequency in these sentences. Never, always. Never and always are adverb of frequency. Okay. അതുപോലെ എന്താ പറയാ, എന്തെങ്കിലും ഐ വിൽ നെവർ ഫൈൻഡ് എനിത്തിങ് മോർ ഇൻട്രസ്റ്റിംഗ്. ഞാൻ പുതിയതായിട്ടൊന്നും കണ്ടെത്തിയില്ല എന്ന് പറയുകയാണ്. അതേപോലെ ഷീ ഓൾവേസ് ഹാസ് പോപ്കോൺ വെൻ ഷീ ഗോസ് ടു വാച്ച് ഫിലിം. അവൾ എപ്പോഴും എന്ത് ചെയ്യാണ്? പോപ്കോൺ യൂസ് ചെയ്യും അവൾ ഫിലിം കാണാൻ പോകുമ്പോൾ. അപ്പൊ ഇവിടെ എന്താണ്? ഈ നെവറും ഓൾവേസ് ആർ adverb of frequency. അപ്പൊ നമ്മൾ ഇനി എന്തായാലും സിയിലേക്ക് നോക്കാം. സിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ടിക്ക് ദ adverb of frequency in these sentences. Okay. Sometimes, ഇടയ്ക്കൊക്കെ, ചിലപ്പോഴൊക്കെ, മിക്കപ്പോഴും, വല്ലപ്പോഴും, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? എന്നും. ഇതൊക്കെയാണ് adverb of frequency എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി സംടൈംസ് ഐ ടേക്ക് ദ ലോങ് വേ ഹോം. ചിലപ്പോൾ ഞാൻ എന്താണ് ഒരുപാട് ദൂരത്തിലാണ് വീട്ടിലേക്ക് പോകാറ്, അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞൊക്കെയാണ് വീട്ടിലേക്ക് പോകാറ്. അപ്പൊ അതാണ് സം ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ, ഐ ഓൾവേസ്. ഓൾവേസ് എപ്പോഴും, അതാണ് അതിനകത്ത് നോ ഡൗട്ട്. adverb of frequency എന്ന് പറഞ്ഞാൽ ഓൾവേസ്. ഐ ഓൾവേസ് ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഞാൻ എണീറ്റതിന് ശേഷം ഞാൻ എപ്പോഴും എന്ത് ചെയ്യാണ്? ഐ ഓൾവേസ് ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അടുത്ത മൂന്നാമത്തെ, യൂഷ്വലി. ഷീ യൂഷ്വലി ഡസ് നോട്ട് ആർഗ്യൂ വിത്ത് ഹെർ ഫ്രണ്ട്. ഷീ യൂഷ്വലി ഡസ് നോട്ട് ആർഗ്യൂ. ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഒരിക്കൽ പോലും അവിടെ എന്ത് ചെയ്യാറില്ല? ആർഗ്യൂ ചെയ്യാറില്ല. അപ്പൊ ഇവിടെ യൂഷ്വലി എന്നുള്ളതാണ് ഇവിടെ എന്ത്? adverb of frequency എന്ന് പറയുന്നത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും എന്നുള്ളതാണ്. ഒരിക്കലും, എപ്പോഴും, എന്നും, എല്ലാ ദിവസവും എന്നൊക്കെ, ഇടക്കിടക്ക്, ഇതൊക്കെയാണ് adverb of frequency എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ, പല്ലവി. റയർലി സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ശേഷം പല്ലവി ഉറങ്ങാറില്ല. റയർലി, എപ്പോഴെങ്കിലും ഒക്കെയാണ് ഉറങ്ങാറുള്ളത്. അതാണ് റയർലി. അപ്പൊ റയർലി എന്ന് പറയുന്നതാണ് ഇവിടെ adverb of frequency എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിഫ്ത് വൺ, ഷദ. ഞാൻ ഏത് ചാപ്റ്റർ ആണോ എടുക്കുന്നത് ആ ചാപ്റ്റർ നോക്കാം. പിന്നീട് നമുക്ക് ഭാവിയിൽ പഠിക്കാം കേട്ടോ. ഫിഫ്ത് വൺ, മൈ ഫ്രണ്ട്സ് ഓഫൻ കം ടു മൈ ഹൗസ് ആഫ്റ്റർ സ്കൂൾ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ എന്നും എന്ത് ചെയ്യാറുണ്ട്? എന്റെ ഫ്രണ്ട്സ് സ്കൂളിൽ വിട്ടതിന് ശേഷം എന്റെ വീട്ടിൽ വരാറുണ്ട്. മൈ ഫ്രണ്ട്സ് ഓഫൻ കം ടു മൈ ഹൗസ് ആഫ്റ്റർ സ്കൂൾ. അപ്പം ഓഫൻ എന്നുള്ളതാണ് ഇവിടെ adverb of frequency എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് വൺ, he never forget to lock the door. അവൻ എപ്പോൾ വരികയാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ മുട്ടിയിട്ട് അവൻ എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ട്. അപ്പൊ he never forget to lock the door. ഒരിക്കലും അവൻ മറക്കാറില്ല വാതിൽ മുട്ടാനായിട്ട്. നെവർ. ഇത്രയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പാഠത്തിലെ ഗ്രാമർ സെക്ഷനിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾ നേരെ നെക്സ്റ്റ് എൻകൗണ്ടർ ദ വേർഡ്സിലേക്ക് വരാം.
and encounter doubles. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്. ഞാൻ ഒന്നും കൂടെ പറയാണ്. 3 തരത്തിലുള്ള പ്രോനൗൺസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസും, പിന്നെ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസും, റിഫ്ലക്സീവ് പ്രോനൗൺസും. ഒന്നുകൂടെ പറയാം, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസും, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസും, അതുപോലെ റിഫ്ലക്സീവ് പ്രോനൗൺസും. ആദ്യം ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ദിസ്, ദീസ്, ദാറ്റ്, ദോസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ ദിസ്, ദാറ്റ്, ദോസ്, ദീസ്. ഇതാണ് റിഫ്ലക്സീവ് പ്രോനൗൺസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താവും? വാട്ട്, വിച്ച്, വേർ, ഹൂ, ഹൂം, ഇതൊക്കെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസും ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസും നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ ശ്രദ്ധിക്കാം. പേജ് നമ്പർ 30 പേജ് നമ്പർ 30 ഗ്രാമർ സെക്ഷൻ എ. ചൂസ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ടു കംപ്ലീറ്റ് ദീസ് സെന്റൻസസ്. ചൂസ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ടു കംപ്ലീറ്റ് ദീസ് സെന്റൻസസ്. ഫസ്റ്റ് വൺ, ഹു ഈസ് ദ മോണിറ്റർ ഓഫ് ദിസ് ക്ലാസ്? ഈ ക്ലാസ്സിലെ മോണിറ്റർ ആരാണ്? നമ്മൾ ഇന്നലെ ചെയ്ത എക്സസൈസ് ആണ് അല്ലേ? രണ്ടാമത്തെ വൺ, ഡാഷ് ഈസ് മൈ സ്കൂൾ, റൈറ്റ് ദർ, ഷൗട്ടഡ് ബോണി. ദാറ്റ് ഈസ് മൈ സ്കൂൾ. ആ കാണുന്നതാണ് റൈറ്റ് ദർ. ദർ എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ടാണ് അവിടെ. റൈറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ദിസ് ആയനെ. റൈറ്റ് ദർ എന്ന് പറയുന്നത് അവിടെ ദാറ്റ് വന്നു. ദാറ്റ് ഈസ് മൈ സ്കൂൾ, റൈറ്റ് ദർ, ഷൗട്ടഡ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശരിക്കും 2-3 വട്ടം റീഡ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യാം. ചാടി കയറി എഴുതരുത്. അത് എപ്പോഴും മനസ്സിലിരിക്കാം. 2-3 വട്ടം റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്താൻ പാടുള്ളൂ. ഓക്കെ. ഫറാസിനോട് പ്രത്യേകിച്ച് ഞാൻ പറയണം. അതുപോലെ ശതയോട്. ഡാഷ് ഈസ് മൈ സ്കൂൾ, റൈറ്റ് ദർ. ദാറ്റ് ഈസ് മൈ സ്കൂൾ, റൈറ്റ് ദർ, അവിടെ. തേർഡ് വൺ, ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് നമ്പർ. ഇതാണ് ശരി ഉത്തരം എന്ന് ഞാൻ ഒരിക്കലും, അല്ലെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് നമ്പർ, ഇതാണ് ശരിയായ സംഖ്യ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡാഷ് ആർ യു വർക്കിംഗ് വിത്ത് ഫോർ ദ ഹിസ്റ്ററി പ്രോജക്ട്? അവിടെ എന്ത് വരും? whom are you working with for the history? ആരുടെ കൂടെയാണ് നീ ഹിസ്റ്ററി പ്രോജക്ട് വർക്ക് ചെയ്യുന്നത്? whom are you working with for the history project? Fifth one, Mrs. Roy can tell us dash is the most interesting book. Mrs. Roy can tell us which is the most interesting book. The sixth one, dash are the tallest trees in the village, said mothers pointing out of the window. നമ്മൾ പറഞ്ഞു. ഫിഫ്ത് വൺ ഏത് ഇന്നലെ പറഞ്ഞത്? ഫിഫ്ത് എവിടെ പറഞ്ഞു? ദോസ് അല്ലെ? ട്രീസ് വന്നതുകൊണ്ട് ദോസ് ആർ ദ ടോളസ്റ്റ് ട്രീസ് ഇൻ ദ വില്ലേജ്, സെഡ് മദർ പോയിന്റിംഗ് ഔട്ട് ഓഫ് ദ ടോളസ്റ്റ് ട്രീസ്. ഒരു എസ് കാരണമാണ് അവിടെ എന്താണ് ദോസ് വന്നത്, അല്ലെങ്കിൽ ദാറ്റ് വരുള്ളൂ. ദോസ് ആർ ദ ടോളസ്റ്റ് ട്രീസ്. ആൻഡ് സെവൻത് വൺ, Malvi says dash are her crayons. എന്താണ്? Malvi says these are her crayons. These are her crayons. And eighth one, dash is the matter, are you ill? Ask the father. What is the matter? നമുക്ക് എപ്പോഴും നമ്മൾ പറയും what is the matter. നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് what is the matter, are you ill? Ask the father. ഇനി റിഫ്ലക്സീവ് പ്രോനൗൺസ് ആണ്. ബി നോക്കാം. റിഫ്ലക്സീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ ഹെർസെൽഫ്, മൈസെൽഫ്, ദംസെൽഫ്, ഔസെൽഫ്, ഇറ്റ്സെൽഫ്. ഇതാണ് റിഫ്ലക്സീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചാണ്, നമ്മളെ കവർ ചെയ്ത് പോവാണ്. ഐ സ്കോൾഡഡ് മൈ, ഞാൻ ഐ വന്നാൽ മൈസെൽഫ് ആയിരിക്കും. ഒരു പെണ്ണിന്റെ പേരാണെങ്കിൽ അത് ഹെർസെൽഫ് ആയിരിക്കും. മായ, നെയിം ഓഫ് എ ഗേൾ. മായ ഹഗ്ഡ് ഹെർസെൽഫ് വിത്ത് ഡിലൈറ്റ്. ഇനി രവി വന്നാൽ ആണിന്റെ പേരാണ്, അത് വന്നാൽ എന്തായിരിക്കും? രവി ഹിംസെൽഫ്. രവി കട്ട് ഹിംസെൽഫ് വൈൽ ചോപ്പിംഗ് വെജിറ്റബിൾസ്. പിന്നെ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ദ ചിൽഡ്രൻ ക്യാൻ കീപ് ദംസെൽവ്സ് ബിസി ഫോർ ആൻ അവർ അല്ലെ? അതേപോലെ സോറി, ഫോർത്ത് വൺ നമ്മൾ ദംസെൽവ്സ്. ഇനി ഫിഫ്ത് വൺ, വി മെയ്ഡ് ദിസ് പോസ്റ്റർ ഓൾ ബൈ വി ആണ്. വി എന്ന് പറഞ്ഞാൽ അവർ സെൽഫ്. And sixth one, behave
നമ്മൾ ഇന്നലെ പുണ്യയുടെ തീർച്ചയായിട്ടും പറഞ്ഞല്ലേ, ബിഹേവ് യുവർ സെൽഫ് സെഡ് ദീസ് ദ ടീച്ചർ ടു ദ ട്വിൻസ്. ആൻഡ് 7th one, ദ കാറ്റ്. മൃഗങ്ങളുടെ പേര് വന്നാലും വസ്തുവിന്റെ പേര് വന്നാലും ഇറ്റ് ആയിരിക്കും. ദ കാറ്റ് ക്ലീൻഡ് ഇറ്റ് സെൽഫ് കെയർഫുള്ളി ആൻഡ് പേഷ്യന്റ്ലി. ഓക്കെ, ഇനി സി നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. എക്സാമിന് വരുന്ന